നെയ്യാറ്റിൻകരയിൽ ബസ് യാത്രക്കിടയിൽ വയോധികയുടെ മാല മോഷ്ടിക്കാൻ ശ്രമം. തമിഴ്നാട് നാമക്കൽ സേലം സ്വദേശികളായ സ്ത്രീകൾ പിടിയിലായി. കണ്ണറവിള സ്വദേശിനി ലളിതയുടെ കഴുത്തിൽ കിടന്ന 1.5 പവനാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. അരുൺ സോളമൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ ബസ്സുകളൊക്കെ കേന്ദ്രീകരിച്ച് സ്ഥിരം മോഷണം നടത്തുന്ന കവർച്ചാ സംഘമാണോ പിടിയിലായത്? ഓണമെടുക്കുമ്പോൾ ഇപ്പോൾ മോഷണങ്ങളും പതിവാവുകയാണ്. ഈ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് പൂവാറിലേക്ക് യാത്ര തിരിച്ച ഈ കണ്ണറവിള സ്വദേശി ലളിതയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത്. ഇവർ പ്ലാവിള സ്വദേശിയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിൽ ഈ വഴിമുക്ക് എത്തുമ്പോഴാണ് ഇവരുടെ കഴുത്തിൽ കിടന്ന ഈ 1.5 പവൻ വരുന്ന മാല ഈ കവരാനായിട്ട് സ്ത്രീകൾ ശ്രമിച്ചത്. ഈ വലിയ തിരക്കുകളില്ലായെങ്കിൽ തന്നെയും തിരക്കുണ്ട് എന്നുള്ള വ്യാജേന ഈ ലളിതയുടെ തൊട്ടടുത്ത് നിന്നിട്ട് ഇവരുടെ കഴുത്തിൽ കിടന്ന മാല കവരാൻ ശ്രമിക്കുകയായിരുന്നു. ഈ പ്രതികളെ ലളിത തന്നെയാണ് കയ്യോടെ പിടികൂടുകയും പിന്നീട് യാത്രക്കാരെല്ലാവരും ഒത്തുചേർന്ന് പ്രതിയെ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസിന് കൈമാറിയിരിക്കുകയാണ്. നിലവിൽ അന്വേഷണം നടത്തുമ്പോൾ ഇവർ ഈ തമിഴ്നാട് ഈ സേലം നാമക്കൽ സ്വദേശികളായിട്ടുള്ള മരിയ, ചിത്ര എന്നീ 2 യുവതികളാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും മോഷണവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നോ കാര്യത്തിൽ നിലവിൽ പോലീസിന് വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ 2 സ്ത്രീകളും. കൂടുതലായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. കാരണം സ്വാഭാവികമായും ഈ ഓണം അടുക്കുമ്പോൾ ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ തമിഴ്നാട്, തൂത്തുക്കുടി അടക്കമുള്ള ഈ ഈ നാമക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ഈ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ സ്വദേശിനികൾ ഇവിടെ എത്താറുണ്ട്. ഇത്തരത്തിൽ മോഷണങ്ങൾ പതിവാകുന്നത് നമുക്ക് പലപ്പോഴും റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം മുന്നിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നിലവിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ പട്ടാപ്പകൽ ബസ്സിനുള്ളിൽ ഇത്തരത്തിലൊരു മോഷണ ശ്രമം നടന്നത്. എന്തായാലും 67 വയസ്സുള്ള ലളിതയ്ക്ക് എന്തായാലും ഈ മാല തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്നാലും പോലീസ് ഈ പ്രതികളെ ഇപ്പോൾ കൂടുതലായി ചോദ്യം ചെയ്തു വരികയാണ്. ഇത്തരത്തിലുള്ള കവർച്ചാ സംഘങ്ങളൊക്കെ ഈ ഉത്സവ സമയത്തൊക്കെ സജീവമാകുകയാണ് എന്നുള്ളതാണ് സാഹചര്യം. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.